Good morning, my dear students. Hope you are doing well. Let us continue our mathematics class, Unchanging Relations. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്താണ്? How to write a algebraic expression. എങ്ങനെയാണ് ഒരു algebraic expression എഴുതുക എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അതിൻ്റെ കുറേ പ്രവർത്തനങ്ങൾ, പ്രോബ്ലംസ് നമ്മൾ ചെയ്തു. ഇനി ജനറൽ ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ്, ഇപ്പം നമ്മൾ നമ്പറിനെ സംബന്ധിക്കുന്ന തിയറംസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ്, പൊതുവായ തത്വങ്ങൾ നമ്മൾ ആൾജിബ്രയിൽ എഴുതുന്നതാണ് നിങ്ങളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരു സംഖ്യയുടെ കൂടെ 0 ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സംഖ്യ തന്നെയാണ് ലഭിക്കുക. ഇനി അതെങ്ങനെയാണ് ആൾജിബ്രയിൽ എഴുതുക എന്നാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇത്. 0 added to any number gives the same number. ഒരു 0 ഒരു നമ്പറിൻ്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേ നമ്പർ ലഭിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ 5ൻ്റെ കൂടെ 0 ആഡ് ചെയ്യുമ്പോൾ 5 + 0 = 5, 4 + 0 = 4, 1/2 + 0 = 1/2, 1.2 + 0 = 1.2. ഏത് സംഖ്യ എടുത്തോ, നിങ്ങൾ ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് മാത്രമേ ടീച്ചർ എഴുതിയിട്ടുള്ളൂ. ഏത് സംഖ്യ എടുത്താലും നമ്മൾ അതിൻ്റെ കൂടെ 0 ആഡ് ചെയ്താൽ ആ സംഖ്യ ലഭിക്കുന്നു. ഇനി ഇതെങ്ങനെ ആൾജിബ്രയിൽ എഴുതാം? സംഖ്യയ്ക്ക് പകരം നമ്മൾ ഇംഗ്ലീഷ് ലെറ്റർ ചൂസ് ചെയ്യും. എക്സ് ആണ് കോമൺലി എടുക്കുന്ന ലെറ്റർ. അപ്പോൾ നമ്മൾ സംഖ്യയ്ക്ക് പകരം എക്സ് എടുത്തു, അതിൻ്റെ കൂടെ 0 ആഡ് ചെയ്യുക. സോ എക്സ് + 0 എന്താണ് റിസൾട്ട്? എക്സ്. അപ്പോൾ ഈ ആൾജിബ്രയിൽ എഴുതുമ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്: എക്സ് + 0 = എക്സ് ഫോർ എനി നമ്പർ എക്സ്. അത് എഴുതാൻ മറക്കരുത്, കാരണം എക്സ് എന്ന് പറയുന്നത് ഏത് നമ്പറും നമുക്കവിടെ എടുക്കാം എന്നുള്ള അർത്ഥത്തിലാണ് അതവിടെ ഉപയോഗിക്കുന്നത്. ഫോർ എനി നമ്പർ എക്സ്, ഏത് നമ്പർ ആയിക്കോട്ടെ, എക്സ് എടുക്കുകയാണെങ്കിൽ എക്സ് + 0 = എക്സ്. അടുത്തതായ ഒരു സ്റ്റേറ്റ്മെന്റ്, വളരെ എളുപ്പത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്പറുകളെ സംബന്ധിക്കുന്ന അടുത്തൊരു പൊതുവായ തത്വം അല്ലെങ്കിൽ ജനറൽ പ്രിൻസിപ്പിൾ നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ്. To find the sum of two numbers, they can be added in any order. രണ്ട് സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ നമുക്കത് ഏത് ഓർഡറിലും കൂട്ടാം എന്നാണ് നമുക്കറിയാം, അല്ലേ? കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. അപ്പം 5ൻ്റെ കൂടെ രണ്ട് സംഖ്യകളുടെ തുക കാണുമ്പോൾ നമുക്ക് ഏത് ഓർഡറിലും അത് കണ്ടുപിടിക്കാം എന്നാണ് ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, 5ഉം 3ഉം കൂടി കൂട്ടാം. 5 + 3, 5 + 3 = 8. ഇതേ ആൻസർ തന്നെയായിരിക്കും 3 + 5 = 8 തന്നെയാണ്. അപ്പോൾ ഇവിടെ സംഖ്യകളുടെ ഓർഡർ നമ്മൾ മാറ്റുകയാണ് ചെയ്തത്. ഇവിടെ 5ൻ്റെ കൂടെ 3 കൂട്ടി, ഇവിടെ തിരിച്ചു കൂട്ടി, 3ൻ്റെ കൂടെ 5 കൂട്ടി. പക്ഷെ ആൻസറിന് വ്യത്യാസമുണ്ടോ? ഒരു വ്യത്യാസവും. നമുക്ക് കിട്ടുന്ന സെയിം റിസൾട്ടാണ്. അപ്പം നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 5 + 3 = 3 + 5. ഓർഡർ നോക്കണ്ട. രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഓർഡർ ശ്രദ്ധിക്കണ്ട, നമുക്ക് ഇഷ്ടമുള്ള ഓർഡറിൽ കൂട്ടാം എന്നാണ് ഈ തത്വം പറയുന്നത്. അപ്പോൾ അനദർ എക്സാമ്പിൾ നോക്കാം. 4 + 6 = 10. നമ്മൾ ഓർഡർ ഒന്ന് മാറ്റി എഴുതിയേ. 6 + 4 is also equal to 10. That is 4 + 6 = 6 + 4. ഇപ്പോൾ ടീച്ചർ ഒരു ഫ്രാക്ഷൻ എടുത്താൽ ഇത് തന്നെയാണ് കിട്ടുക, അല്ലേ? 1/2 + 1/3. അങ്ങനെ അതിൻ്റെ ആൻസർ തന്നെയായിരിക്കും 1/3 + 1/2. അപ്പോൾ ഏത് സംഖ്യ എടുത്താലും ആഡ് ചെയ്യുമ്പോൾ, രണ്ട് സംഖ്യകൾ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഓർഡർ നമ്മൾ ശ്രദ്ധിക്കേണ്ട. ഇനി ഇതെങ്ങനെ ആൾജിബ്രയിൽ പറയാം? രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുക. അപ്പം നമുക്ക് രണ്ട് നമ്പേഴ്സിന് സിമ്പിൾസ് എടുക്കണം, എക്സ് ആൻഡ് വൈ. അപ്പോൾ എക്സിൻ്റെ കൂടെ വൈ ആഡ് ചെയ്താലും വൈയുടെ കൂടെ എക്സ് ആഡ് ചെയ്താലും വി ഗെറ്റ് ദ സെയിം റിസൾട്ട്. അപ്പം എങ്ങനെ എഴുതും? എക്സ് + വൈ = വൈ + എക്സ്. എല്ലാ നമ്പേഴ്സിനും ഈ റിസൾട്ട് ഉള്ളത് കൊണ്ട് നമ്മൾ അവിടെ എഴുതണം ഫോർ ഓൾ നമ്പേഴ്സ് എക്സ് ആൻഡ് വൈ. അത് എഴുതുന്നത് എല്ലാ നമ്പറുകൾക്കും ഈ തത്വം അംഗീകരിക്കുന്നുണ്ട്, ശരിയാണ്. ചില തത്വങ്ങൾ ചില നമ്പേഴ്സിന് അംഗീകരിക്കപ്പെടില്ല. അപ്പം നമുക്ക് എല്ലാ നമ്പേഴ്സിനും പറഞ്ഞിട്ട് അവിടെ എഴുതാൻ പാടില്ല. അവിടെ കുറച്ച് കണ്ടീഷൻസ് നമ്മൾ എഴുതും. അപ്പം ഇവിടെ ഇപ്പോൾ പഠിക്കുന്ന എല്ലാ തത്വങ്ങളും എല്ലാ നമ്പേഴ്സിനും
ബാധകമായതുകൊണ്ടാണ് നമ്മൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതുന്നത്. ഫോർ ഓൾ നമ്പേഴ്സ് എക്സ് ആൻഡ് വൈ. അപ്പൊ അത് നിങ്ങൾ വിട്ട് കളയരുത്. ഈ സ്റ്റേറ്റ്മെന്റിനെ ചുരുക്കി എഴുതുന്നതാണ് ഇത്. അപ്പോൾ ആൾജിബ്രയുടെ പ്രത്യേകത എന്താ? മടക്കി മടക്കി നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റിന് ഇതുപോലെ എഴുതി. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇതിന്റെ അർത്ഥം എന്താണ്? രണ്ട് സംഖ്യകൾ ഏത് ഓർഡറിലും കൂട്ടാം എന്നാണ് ഇതിന്റെ മീനിങ്. അപ്പൊ ആ മീനിങ് അപ്പൊ ആൾജിബ്രയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ശരിക്കുള്ള അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവണം. ഇപ്പൊ നമ്മൾ കൊട ഉപയോഗിക്കുമ്പോൾ കൊട മടക്കാൻ അറിയാം. ഇതിപ്പോ മടക്കിയതാണ് നിങ്ങൾ മനസ്സിലായി. ഈ സ്റ്റേറ്റ്മെന്റിന് നിങ്ങൾ മടക്കി ചുരുക്കി. പക്ഷേ മഴ വരുമ്പോൾ അത് നിവർത്താനും അറിയണം. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ഈ ഒരു ആൾജിബ്രയിൽ നിന്ന് അതിന്റെ ശരിക്കുള്ള മീനിങ്ങും നിങ്ങൾക്ക് അറിയണം. അടുത്ത നമ്പറിനെ സംബന്ധിക്കുന്ന അടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, അടുത്തൊരു ജനറൽ പ്രിൻസിപ്പിൾ ആണ് ഇത്. ഡബിളിംഗ് ടു നമ്പേഴ്സ് സെപ്പറേറ്റ്ലി ആൻഡ് ആഡിംഗ് ഈസ് ഈക്വൽ ടു ഡബിളിംഗ് ദ സം ഓഫ് ടു നമ്പേഴ്സ്. ഇതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. രണ്ട് നമ്പേഴ്സിനെ ഡബിൾ ആക്കുക, ഇരട്ടിയാക്കുക, എന്നിട്ട് കൂട്ടുക. അപ്പൊ ആദ്യം നമ്മൾ രണ്ട് സംഖ്യ വിചാരിക്കണം, അതിനെ നമ്മൾ ഇരട്ടിയാക്കണം, എന്നിട്ട് കൂട്ടണം. ആ ഉത്തരമായിരിക്കും എന്ത് ചെയ്യുമ്പോൾ ആദ്യം കണ്ടുപിടിച്ച രണ്ട് നമ്പേഴ്സിനെ ആഡ് ചെയ്തിട്ട് അതിനെ ഡബിൾ ചെയ്യുമ്പോൾ. നമുക്കൊന്ന് നോക്കാം, എക്സാമ്പിൾ വെച്ച് നമുക്ക് നോക്കാം. നമ്മൾ രണ്ട് നമ്പർ എടുക്കുന്നു. ഇപ്പൊ ഇവിടെ ടീച്ചർ എടുത്തിട്ടുള്ളത് 2, 3 ആണ്. അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? ഡബിളിംഗ് ടു നമ്പേഴ്സ്. ആ നമ്പേഴ്സിനെ നമ്മൾ ഇരട്ടിയാക്കണം. അപ്പൊ 2നെ ഇരട്ടിയാക്കുമ്പോൾ, ഇരട്ടിയാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 2നെ ഡബിൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 × 2. ഇനി അടുത്ത നമ്പറാണ് 3. 3നെ ഡബിൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 × 3. എന്നിട്ട് അവരെ ആഡ് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ നമ്മൾ പ്ലസ് സൈൻ ഇട്ടു. എന്നിട്ട് ഇതിന്റെ ആൻസർ കണ്ടുപിടിച്ചു. 2 × 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആണ്. 2 × 3 എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പൊ 2നെ ഡബിൾ ചെയ്തപ്പോൾ 4 കിട്ടി, 3നെ ഡബിൾ ചെയ്തപ്പോൾ 6 കിട്ടി. എന്നിട്ട് അതിന്റെ സമ്മ് കാണാൻ പറഞ്ഞു. അപ്പൊ 4 + 6 = 10. അത് എന്തിനു തുല്യാണെന്നാണ് പറയുന്നത്? എന്തിനു തുല്യാണ്? ആ സമ്മിനെ, ആ സംഖ്യകളുടെ തുകയെ ഡബിൾ ചെയ്താൽ മതിയെന്ന്. അപ്പൊ ആ സംഖ്യകൾ ഏതൊക്കെയാണ് നമ്മൾ എടുത്തത്? 2, 3. അതിന്റെ സമ്മ ആദ്യം കണ്ടുപിടിക്കാം. ഡബിൾ ചെയ്യുന്നില്ല, സമ്മ ആദ്യം കണ്ടുപിടിക്കുക. അതായത് 2 + 3. അതിനെ, ആ തുകയെ ഡബിൾ ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ 2 + 3 × 2. അപ്പൊ ഇൻറ്റു നമ്മൾ യൂസ് ചെയ്യില്ല, ബ്രാക്കറ്റ് യൂസ് ചെയ്യുമ്പോൾ ഇവിടെയാണ് യൂസ് ചെയ്യുക. അപ്പൊ 2 × 2 + 3. ഇതിന്റെ ആൻസർ ഒന്ന് നോക്കാം. 2 + 3 എന്ന് പറഞ്ഞാൽ 5. അതിനെ ഡബിൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 5 = 10. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയ രണ്ട് ആൻസേഴ്സും സെയിം ആണെന്ന് കിട്ടി. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. എല്ലാ നമ്പറുകൾക്കും ഇത് ട്രൂ ആണ്. ഇനി ഇതെങ്ങനെ ആൾജിബ്രയിൽ എഴുതാം? ആൾജിബ്രയിൽ എഴുതാനാണ് നിങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമ്പറുകളെ സംബന്ധിക്കുന്ന ജനറൽ പ്രിൻസിപ്പിൾസ് ആണ്, തത്വങ്ങളാണ്. ഇതെല്ലാ നമ്പറുകൾക്കും ബാധകമാണ്. അതിനെ നമ്മൾ വളരെയേറെ ചുരുക്കിയിട്ട് ആൾജിബ്രയിൽ എഴുതാം. അപ്പൊ രണ്ട് സംഖ്യകൾക്ക് പകരം ടീച്ചർ എക്സും വൈ എടുത്തു. അതിനെ ഡബിൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2x, വൈനെ ഡബിൾ ചെയ്യാന്ന് പറഞ്ഞാൽ 2y, ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ പ്ലസ്. അപ്പൊ അതിനെ ചുരുക്കി എഴുതുമ്പോൾ ആദ്യത്തെ ഭാഗം ചുരുക്കി എഴുതുന്നതാണ് ഇത്. 2x + 2y ഈസ് ഈക്വൽ ടു, ഈക്വൽ ചിഹ്നം ഇട്ടു. എന്താ ചെയ്യേണ്ടത്? തുകയെ ഡബിൾ ചെയ്യുക. തുക എന്ന് പറയുന്നത് x + y. അതിനെ ഡബിൾ ചെയ്യാന്ന് പറഞ്ഞാൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 2 × x + y തുല്യമാണ്. അപ്പൊ ചിഹ്നം. അപ്പൊ ഈ വലിയൊരു സ്റ്റേറ്റ്മെന്റിനെ ടീച്ചർ മടക്കി മടക്കി ചുരുക്കി എഴുതുന്നതാണ് ആൾജിബ്ര. അപ്പൊ ആൾജിബ്രയിലെ ടീച്ചർ ഈ സ്റ്റേറ്റ്മെന്റിനെ എങ്ങനെയാണ് എഴുതുന്നത്? 2x + 2y = 2 × x + y. ഇങ്ങനെ എഴുതാനും അറിയണം. ഇതിന്റെ അർത്ഥം നേരെ തിരിച്ചു പറയാനും അറിയണം. ഇതിന്റെ അർത്ഥം എന്താണ്? ഒരു സംഖ്യയെ, രണ്ട് വ്യത്യസ്ത സംഖ്യകളെ ഡബിൾ ചെയ്തിട്ട് കൂട്ടുന്ന ഉത്തരത്തിന് തുല്യമാണ്. ആ സംഖ്യകളുടെ തുകയെ ഡബിൾ ചെയ്യുന്നതിന് തുല്യമാണ്. അപ്പൊ ഈ രണ്ട് ഭാഗവും തുല്യമാണെന്നാണ് അർത്ഥം. അപ്പൊ ഇത് എഴുതുന്ന കുട്ടിക്ക് ഇതും അറിയണം, ഇതിൽ നിന്ന് ഇത് എഴുതാനും അറിയണം. അടുത്ത പ്രിൻസിപ്പിൾ ആണിത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ. നേരത്തെ ചെയ്തതിനേക്കാളും എനി നമ്പർ ആഡഡ് ടു ഇറ്റ്സെൽഫ് ഈസ് ഡബിൾ ദ നമ്പർ. ഒരു സംഖ്യയുടെ കൂടെ ആ സംഖ്യ തന്നെ ആഡ് ചെയ്യുകയാണെങ്കിൽ അതെന്തായിരിക്കും? ആ സംഖ്യയുടെ ഇരട്ടിയായിരിക്കും, ഡബിൾ ആയിരിക്കും. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കി നോക്കാം. ഒരു സംഖ്യ 4. 4ന്റെ കൂടെ 4 ആഡ് ചെയ്തു, ആൻസർ 8.
അപ്പോൾ 4ന്റെ ഡബിൾ ചെയ്യുമ്പോൾ എത്ര വരിക? 2 × 4. ഡബിൾ ചെയ്യാന്ന് പറഞ്ഞാൽ ടീച്ചർ പറഞ്ഞു ഇരട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു 8. ഇത് രണ്ടും സെയിം അല്ലേ? യെസ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ് ഫോർ ഓൾ നമ്പേഴ്സ്. ഇനി ഇതെങ്ങനെ ഓൾജിബ്രയിൽ എഴുതാം? ഒരു നമ്പറിന് പകരം നമ്മൾ എക്സ് എടുത്തു. എക്സ് പ്ലസ് എക്സ് അത് ആ നമ്പറിന്റെ കൂടെ തന്നെ ആഡ് ചെയ്തു. അപ്പോൾ എനി നമ്പർ ആഡഡ് ടു ഇറ്റ്സെൽഫ്. അപ്പോൾ എക്സ് പ്ലസ് എക്സ് അതെന്തിന് തുല്യമായിരിക്കും? ആ സംഖ്യയുടെ ഡബിൾ ചെയ്യുന്നതിന് തുല്യമായിരിക്കും. ആ സംഖ്യ എന്ന് പറഞ്ഞാൽ എക്സ്, എക്സിന് ഡബിൾ ചെയ്യുന്നതാണ് 2x. ആ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് എന്താണ്? ഈക്വൽ ആണ്. അപ്പോൾ നമ്മൾ ഓൾജിബ്രയിൽ എഴുതുമ്പോൾ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? എക്സ് പ്ലസ് എക്സ് ഈക്വൽ ടു 2x ഫോർ ഓൾ നമ്പേഴ്സ് എക്സ്. അടുത്തത് നമ്മൾ പേജ് നമ്പർ 39 നമ്മുടെ അടുത്ത ഹെഡിങ് ആണ് ഹൗ എവർ വി ആഡ്. എങ്ങനെ വേണമെങ്കിലും സംഖ്യകൾ കൂട്ടാം എന്നാണ് ഈ ഹെഡിങ്ങിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. നമ്മൾ 2 സംഖ്യകൾ കൂട്ടുന്ന രീതി ഏത് ഓർഡറിലും കൂട്ടാമെന്ന് പറഞ്ഞു. ഇനി ഇവിടെ 3 സംഖ്യകൾ കൂട്ടുന്ന രീതിയാണ് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 38 + 25 + 75 ഇത് കൂട്ടാനാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഒരു വിദ്യാർത്ഥി ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലീന ചെയ്തു. ആദ്യം 38ഉം 25ഉം കൂടി കൂട്ടി. അപ്പോൾ അലീനയ്ക്ക് 63 ഉത്തരം കിട്ടി. അതിനുശേഷം അലീന എന്ത് ചെയ്തു? ആ 63ന്റെ കൂടെ ബാക്കിയുള്ള 75 കൂട്ടി. ആൻസർ എത്ര കിട്ടി? 138 കിട്ടി. പക്ഷേ വിനോദ് എന്ന് പറഞ്ഞ കുട്ടി വേറെ രീതിയിലാണ് ചെയ്തത്. കുറച്ചും കൂടി എളുപ്പമുള്ള രീതിയിൽ ചെയ്തു. കാരണം 25 75 അവൻ കൂട്ടി. അത് എളുപ്പമാണ് കൂട്ടാൻ. കാരണം നിങ്ങൾക്കറിയാം മനക്കണക്കാണ്. 25ന്റെ കൂടെ 75 കൂട്ടിയത് 100ആണ്. അതിനുശേഷം അവൻ ഈ 100 38ന്റെ കൂടെ ആഡ് ചെയ്തു. അപ്പോൾ 38 + 100 = 138. 2 രീതിയിൽ ചെയ്തപ്പോഴും ആൻസറിൽ വ്യത്യാസമൊന്നും വന്നില്ല. സെയിം ആൻസർ ആണ്. പക്ഷേ ഈസിയസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് ഏതാണ്? സെക്കൻഡ് വൺ ആണ്. അപ്പം നമുക്ക് എങ്ങനെ വേണമെങ്കിലും 3 സംഖ്യകൾ കൂട്ടുമ്പോൾ എങ്ങനെ വേണമെങ്കിലും ഓർഡർ നോക്കണ്ട, എങ്ങനെ വേണമെങ്കിലും കൂട്ടാം എന്ന ഒരു പുതു തത്വത്തിലേക്കാണ് നമ്മളിവിടെ എത്തിച്ചേരുന്നത്. ഇത് നമുക്ക് എങ്ങനെ ആൾജിബ്രയിൽ എഴുതാം എന്ന് നോക്കാം. അലീന ചെയ്തതും വിനോദ് ചെയ്തതും ഈക്വൽ ആണ് നമുക്ക് കിട്ടി. അതെങ്ങനെ എഴുതാം? നമുക്ക് ആദ്യം 38 25 കൂട്ടി. ആദ്യം കൂട്ടുന്നത് ഫസ്റ്റ് ബ്രാക്കറ്റിൽ ഇടണം. അതിനുശേഷം 75 കൂട്ടി. അപ്പോൾ നമ്മൾ ബ്രാക്കറ്റ് യൂസ് ചെയ്യേണ്ടത് ആദ്യം ചെയ്യുന്ന ക്രിയകളാണ് ബ്രാക്കറ്റ് എഴുതേണ്ടത്. അപ്പോൾ ഇതിന്റെ അർത്ഥം 38 25 കൂട്ടിയതിന് ശേഷം ആ ഉത്തരത്തിന്റെ കൂടെ 75 കൂട്ടി എന്നാണ് ഇതിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അത് എന്തിന് തുല്യമായിരിക്കും? 25 75 കൂട്ടി ആ കൂട്ടിയ തുക 38ന്റെ കൂടെ ആഡ് ചെയ്തു. അതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. രണ്ടിന്റെയും ആൻസർ ഈക്വൽ ആണ്. അപ്പൊ ടീച്ചറോടെ ഈക്വൽ സൈൻ കിട്ടും. ഇനി ഇത് എങ്ങനെ വേണമെങ്കിൽ കൂട്ടാം എന്നുള്ളത് 3 സംഖ്യകൾ ഹൗവർ വി ക്യാൻ ആഡ് എന്നുള്ളത് നമുക്ക് എങ്ങനെ ഓൾജിബ്രയിൽ എഴുതാം. സംഖ്യകൾക്ക് പകരം നമ്മൾ ലെറ്റേഴ്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ലെറ്റേഴ്സ് 3 സംഖ്യകൾ ഉള്ളത് കൊണ്ട് 3 സംഖ്യകൾക്ക് ടീച്ചർ 3 ഡിഫറെന്റ് ആയിട്ടുള്ള ലെറ്റേഴ്സ് യൂസ് ചെയ്തു. എക്സ് വൈ സെഡ്. അപ്പോൾ ടീച്ചർ ഇതേ സ്റ്റേറ്റ്മെന്റ് ഓൾജിബ്രയിൽ എഴുതുന്നത് നോക്കൂ. എക്സ് പ്ലസ് വൈ ആദ്യത്തെ 2 സംഖ്യകൾ കൂട്ടി, അതിന്റെ കൂടെ മൂന്നാമത്തെ സംഖ്യ കൂട്ടി പ്ലസ് സെഡ് ഈസ് ഈക്വൽ ടു എന്തിനു തുല്യാണ്? ആദ്യത്തെ സംഖ്യയുടെ കൂടെ ആദ്യത്തെ സംഖ്യ ദാറ്റ് ഈസ് എക്സ് പ്ലസ് അടുത്ത 2 സംഖ്യകളും കൂട്ടിയ തുക ആഡ് ചെയ്യുന്നു. അടുത്ത 2 സംഖ്യകൾ എന്ന് പറയുന്നത് വൈ പ്ലസ് സെഡ്. അത് കൂട്ടിയെന്ന് കാണിക്കാനാണ് ബ്രാക്കറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പൊ വൈ പ്ലസ് സെഡ് കൂട്ടിയ ആൻസർ എക്സിന്റെ കൂടെ കൂട്ടി. ഇത് രണ്ടും എന്താണ്? സെയിം ആണ്, തുല്യമാണ്. ഇതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ സംഖ്യകൾ വെച്ചുള്ളതിന്റെ ആൾജിബ്രിക് ഫോം. അപ്പൊ അതെന്താണ്? ഫോർ ഓൾ നമ്പേഴ്സ്, എല്ലാ നമ്പേഴ്സിനും. ഇപ്പൊ നിങ്ങൾ ഇവിടെ ഏത് നമ്പേഴ്സ് എടുത്തോ, ഫ്രാക്ഷൻ എടുത്തോ, ഡെസിമൽ എടുത്തോ, ഏത് നമ്പേഴ്സ് എടുത്താലും ഈ റിസൾട്ട് സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഓരോ സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ ചുരുക്കി എഴുതുന്നത് എങ്ങനെയാണ്. ഇതിന്റെ അർത്ഥവും നിങ്ങൾക്ക് മനസ്സിലാവണം. നിങ്ങൾക്ക് ഈ ചുരുക്കരൂപം മാത്രമേ തരുള്ളൂ. അതിൽ നിന്ന് അതിൻ്റെ അർത്ഥം നിങ്ങൾ വായിച്ചെടുക്കണം, മനസ്സിലാക്കണം. ഇതിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളത് വായിച്ചെടുക്കണം. ഇതിൽ ഏറ്റവും എളുപ്പം വരുന്ന രീതിയാണ്. ചില കണക്കുകൾ ചെയ്യുമ്പോൾ രണ്ടാമത്തെ രീതിയായിരിക്കും എളുപ്പം, ചിലത് ചെയ്യുമ്പോൾ ഇതായിരിക്കും എളുപ്പം. അതിൽ നിങ്ങൾ ഏറ്റവും എളുപ്പമുള്ളത് നോക്കി നിങ്ങൾ കണക്ക് ചെയ്യുക. 3 സംഖ്യകളെ എങ്ങനെ വേണമെങ്കിൽ കൂട്ടാം എന്നുള്ള ആൾജിബ്രിക് ഇക്വേഷൻ ആണ് നമ്മൾ നേരത്തെ പഠിച്ചത്. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള
ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങളുടെ പേജ് നമ്പർ 40 ഉള്ള പ്രോബ്ലംസ് ആണ് നമ്മളിവിടെ ഇനി നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ പ്രോബ്ലംസ് നിങ്ങൾക്കറിയാം 3 സംഖ്യകൾ ആഡ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ്. ഇത് നിങ്ങൾ ഒരിക്കലും പെന്നും പേപ്പറും എടുത്ത് ചെയ്യാനല്ല നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളത്. ഇത് മെന്റൽ മാത്സ് ആണ്, മനസ്സിൽ കണക്ക് കൂട്ടുക, അല്ലാതെ നമ്മളിത് വേറെ രീതിയിൽ കണക്ക് കൂട്ടരുത്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആഡ് ചെയ്യാം. ഏറ്റവും എളുപ്പമുള്ള നമ്പേഴ്സ് പെട്ടെന്ന് ആഡ് ചെയ്യാവുന്നത് ആഡ് ചെയ്തിട്ട് വേണം നമ്മളിത് കണ്ടുപിടിക്കാൻ. അപ്പൊ ആരും തന്നെ പെന്നും പേപ്പറും ഉപയോഗിക്കാതെ കണ്ടുപിടിക്കുക ഇതിന്റെ ആൻസേഴ്സ്. അപ്പൊ ടീച്ചർ പറഞ്ഞു തരാം. ഇപ്പൊ ആദ്യത്തെ 3 നമ്പേഴ്സ് 49 + 125 + 75 ആണ്. ഇതിൽ ഏത് രീതിയായിരിക്കും എളുപ്പം? നമ്മൾ നേരത്തെ ചിന്തിച്ച പോലെ ആദ്യത്തെ 2 നമ്പർ ആഡ് ചെയ്യുന്നതാണോ, അത് അവസാനത്തെ 2 നമ്പർ ആഡ് ചെയ്യുന്നതാണോ? ഏറ്റവും എളുപ്പം ഏതാണ് ഇതില്? ഓഫ് കോഴ്സ് ഏതാണ്? അവസാനത്തെ 2 നമ്പർ ആഡ് ചെയ്യുന്ന. നമുക്ക് ഇതിനൊരു പേപ്പർ ആവശ്യമില്ല. 125ന്റെ കൂടെ 75 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 200 ആണ്. പെട്ടെന്ന് തന്നെ നമുക്കറിയാം 200 ആണ്. അപ്പൊ ആ 200ന്റെ കൂടെ 49 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പെന്നും പേപ്പർ ആവശ്യമില്ല, 249. അങ്ങനെയാണ് ആൻസർ കണ്ടുപിടിക്കേണ്ടത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 88 + 72 + 12 ആണ്. ഇതിൽ ഏത് നമ്പേഴ്സ് ആഡ് ചെയ്താലാണ് ഏറ്റവും എളുപ്പം? 88 + 12. ഇതിന്റെ പ്രത്യേകത എന്താ? 88 + 12 = 100. അപ്പൊ 100 + 72 = 172. Next question is 15.5 + 0.25 + 0.75. ഏത് നമ്പേഴ്സ് ആഡ് ചെയ്യുന്നതാണ് എളുപ്പം? യെസ്, ലാസ്റ്റ് 2 നമ്പേഴ്സ്, ദാറ്റ് ഈസ് 0.25 + 0.75 എന്താണ്? 1 ആണ്. 0.75ന്റെ കൂടെ 0.25 കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അത് 1 ആണ്. അപ്പൊ 1ന്റെ കൂടെ 15.5 കൂട്ടുമ്പോൾ എത്രയാണ് വരിക? 16.5. അടുത്ത പ്രോബ്ലം 347 + 63 + 37. അപ്പൊ ഇതില് ഏറ്റവും എളുപ്പത്തിൽ കൂട്ടാവുന്നത് ലാസ്റ്റ് 2 നമ്പേഴ്സ് ആണ്. 63 + 37. നിങ്ങൾക്കിത് മനക്കണക്കായിട്ട് അറിയേണ്ടതാണ്. 63 + 37 എത്രയാണ്? 100 ആണ്. അതായത് 60യും 30യും കൂട്ടുക. 16, 30, 90. പിന്നെ 7 + 3 10. അങ്ങനെയാണ് നമ്മൾ എളുപ്പത്തിൽ അത് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇത് 100 ആണ്. 100 + 347, that is equal to 447. Next question 1/4 + 1/3/4 + 2. ഇവിടെ നിങ്ങൾക്കറിയാം 4ഉം 1/4 കൂടിയിട്ടാണ് ആഡ് ചെയ്യുന്നത്. ഇത് എളുപ്പമാണ്, മനക്കണക്കായിട്ട് ചിന്തിക്കാം. അല്ലാതെ 1/4 1/3/4 മാറ്റിയിട്ട് നമ്മൾ ആഡ് ചെയ്യല്ല. 1/4 കൂടെ 4 ആഡ് ചെയ്താൽ എത്രയാണ്? നമുക്കറിയാം 2 ആണ്. 2 + 2, that is equal to 4. Next question 8.2 + 3.6 + 6.4. ഏതായിരിക്കും ആഡ് ചെയ്യാൻ എളുപ്പം? ലാസ്റ്റ് 2 നമ്പേഴ്സ് ആണ്. ദാറ്റ് ഈസ് 3.6 + 6.4. നിങ്ങൾക്കറിയാം 3ഉം 6ഉം ആഡ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് പൂർണ്ണ സംഖ്യകളാണ്. 6ഉം 3ഉം 9 ആണ്. പിന്നെ 0.6ഉം 0.4ഉം ആണ്. 0.6ഉം 0.4ഉം 1 ആണ്. അപ്പോ 3.6 + 6.4 = 10. അപ്പോ 8.2 + 10, that is 18.2. അപ്പൊ ഇവിടെ ആൻസർ വളരെ സിമ്പിൾ ആയിട്ട് നമുക്കിത് പെന്ന് ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യേണ്ട, നിങ്ങളുടെ മനസ്സ് ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ പഠിക്കാം. പ്രത്യേകിച്ചും 25 + 75 = 100, 50 + 50 = 100. അങ്ങനെയുള്ള ആശയങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അതുപോലെ തന്നെ ഫ്രാക്ഷൻസ് വരുമ്പോഴും അതുപോലെ തന്നെ ഡെസിമൽസ് വരുമ്പോഴും ശ്രദ്ധിക്കുക. എങ്ങനെയാണ് വരുന്നത്, എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് മനസ്സിൽ. അപ്പൊ അങ്ങനെയുള്ള നമ്പേഴ്സ് കൂട്ടി നോക്കുക. അപ്പൊ 0.5 + 0.5, that is 1. 0.6 + 0.4, that is equal to 1. 0.7 + 0.3, that is equal to 1. അങ്ങനെയുള്ള കണ്ടീഷൻസ്, അങ്ങനെയുള്ള നമ്പേഴ്സ് ആഡ് ചെയ്യാനായിട്ട് നിങ്ങൾ മനസ്സിൽ ചെയ്യുക. അപ്പൊ ഇന്നത്തെ സെഷൻസ് മുഴുവൻ കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഇതിന്റെ നോട്ട്സ് ടീച്ചർ അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.